അല്ല നിങ്ങൾ എന്തിനാണ് കളിക്കാൻ വരുന്നത്? എന്താണ് ഒരു കളി തോറ്റിനാണ് ഇപ്പൊ അത് ഞങ്ങളെ മൈറ്റി ക്യാപ്റ്റനാണ് ശരിയാവണില്ല. ഇപ്രാവശ്യത്തെ IPL ഒരു ഉഷാറില്ല. ആരും ഉഷാറില്ല. പിന്നെന്താ ഞങ്ങളിപ്പോ കഴിഞ്ഞ കളിയൊക്കെ ഉഷാറായിട്ടാണല്ലോ. നിങ്ങളെ ക്യാപ്റ്റന്റെ കഥത്താ എന്തിനു പേരിന്റെ സ്റ്റെമ്പിന്റെ ബാക്കിൽ നിന്നുകാണ്ട് ഓരോന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നല്ലാതെ ഒരു കളി 30 50 അടിച്ചിരുന്നല്ലോ, ജയിപ്പിച്ചും ചെയ്തല്ലോ. അത് വെറുതെ ടെസ്റ്റ് അടിച്ചു അതൊക്കെ T20 വെറുതെ മുട്ടി ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫോർ ഇട്ട് കണ്ട് ജയിപ്പിച്ചേ. ആരും നിങ്ങളതിൽ ഫോമല്ല. എന്തേലും വലിയ ധോണിക്ക് പകരക്കാരൻ ഇതാ വരുന്നു. മൂന്നാമത്തെ കളിയിലായിട്ടുള്ളൂ. മുകുൽ ചൗധരി വല്ല തള്ളു. ഞാൻ പറഞ്ഞു ഒരൊറ്റ കളിക്കാൻ മൂപ്പര ഈ ഹൈപ്പ് ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവൂല. അത് ഇന്നലെ കണ്ടു. അത് ധോനി ഇതാരാ മുകുൽ ചൗധരി? അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങളെ ഫാൻസി എന്ത് കഥയാണ്? ഒരു കളി ഒരു കളിയില് എന്തോ ഭാഗ്യത്തിന് ജയിപ്പിച്ചിന് ധോനിയായിട്ട് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് പേടിയുണ്ടെന്നല്ല ഇപ്പൊ കാണിച്ചത്. പിന്നെ എന്താണ് പൂരനോ മോശമാണ്. എന്തിനാണ് വന്നീന്റെ? അതൊക്കെ ശരിയാവും. എന്തിനാണ് ഓൻ പേരിന്റെ അവിടുന്ന് വണ്ടിയും പിടിച്ചു വന്നോണല്ലോ. ചില കളിക്കാരുണ്ടല്ലോ സഞ്ജു 3 കളി മോശമായി, സഞ്ജു വേറെ ലെവലല്ലേ. വേൾഡ് കപ്പിൽ വരും കളിച്ചിക്കാണ്ട് അപ്പൊ ഫോം ഉണ്ട് നോക്ക. ഇവൻ ഇവിടെ കളിച്ചത് വെറുതെ വന്ന് ഇങ്ങനെ കളിക്ക, ഔട്ടായി പോവുക. ഇതന്നെ ആരുമില്ല. നിങ്ങൾ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു? 2 കളി ജയിച്ചിട്ടായി. നിങ്ങളും കൂടി വലിയ അന്തരല്ലാന്ന് മനസ്സിലാക്കിക്കോളി. ഇന്നലത്തെ കളി വളരെ സുഖസുന്ദരമായിട്ട് ജയിച്ചു. നിങ്ങൾ അത്ര നേരം നിന്നില്ലേ? അത്ര നേരം അത്ര മതി ഞങ്ങൾക്ക്. കളിച്ചു. ആകെ ചെറിയ റൺ അടിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങാറായത്. ഞങ്ങളെ ചെക്കൻ, ഞങ്ങളെ പ്രിൻസ് എന്തേലും പറഞ്ഞിട്ട് ഫോമല്ല. ഇങ്ങനത്തെ കളിയിലൊക്കെ ഒപ്പം കളിച്ചായിരുന്നു, വലിയ റണ്ണ് വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ എങ്ങനെ നിൽക്കും. നിങ്ങളെന്ത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ആൾക്കാർ മൊത്തം അല്ലെങ്കിലും ബട്ട്ലർ ശരിയല്ല. കുറ്റം പറഞ്ഞ ആൾക്കാർ മൊത്തം ഫോമായി. രാജ്യത്തിന് വേണ്ടി കളിച്ചാതെ കണ്ട് ഞാൻ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോശമാവും. കളിക്കാരനായി സിറാജ് ബൗളിങ്ങില് സായി സുദർശന്റെ കാട്ടിന്നല്ലേ? അത് ഒരു കളിയിലല്ലേ? ഒരു കളിയിലാണ് ഞങ്ങളെ മുകളിലൊക്കെ. അതിന് മുമ്പത്തെ കളിയിലൊക്കെ ഫോമാണ്. മുമ്പത്തെ കളിയിൽ ഫോമാണ്. ഞങ്ങൾ ബൗളിങ് നോക്കി. പ്രസിദ്ധ കൃഷ്ണൻ എന്തേനു പറഞ്ഞിട്ട് അയാളെ സ്ഥിരം പരിപാടിയാണ്. IPL 4 എറിയും, ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഇതിപ്പോ IPL ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ മൂപ്പര് കറക്റ്റ് സമയത്ത് വിക്കറ്റ് എടുക്കും. ടൈറ്റ് ബോളിങ്. സിറാജ് എന്തോ ഒരു ബോളിംഗ് ആണ്. ചെക്കൻ ബോള് നിങ്ങൾക്ക് കാണുന്നില്ല. ബോള് ഒന്നുമല്ല. പിച്ച് ശരിയല്ല. ഇനിയിപ്പോ അത് ലാസ്റ്റ് അതാണ് പറയാ. പിച്ച് ശരിയല്ല എന്ന് പറയാ. നിങ്ങളൊക്കെ വലിയ ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാരല്ലേനാ? മൈറ്റി ഓസ്ട്രേലിയന്റെ ക്യാപ്റ്റന്. അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാ മൂപ്പറൊന്ന് ഫോമാണ്. പിന്നെ മാർസ്, പിന്നെ നിക്കോളാസ് പൂറിനൊന്ന് ഫോമാണ്. പന്തൊന്ന് പന്ത് 50 ഒക്കെ ഒരു അടിച്ചോളും. അപ്പൊ ഇങ്ങനെ ഒരു 3-4 ചെറിയ പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ഞങ്ങൾ ഇപ്പോഴും നിങ്ങളെക്കാൾ ഉസാറായിട്ടാണ് പോയിന്റ് പട്ടികയിലൊക്കെ നിൽക്കണത്. ഇന്നലത്തെ കളിയില് ആരാണ് നല്ല പെർഫോമൻസ് നടത്തിയത്? ഏത് ടീമാണ്? ബോളിങ്, ബാറ്റിംഗ്, ഫീൽഡിങ് ഒരു കളി നമ്മൾ IPL കപ്പ് കൊടുക്കല്. ഇന്നലത്തെ കളിയിലാരൊന്നും പോണില്ല. ഗുജറാത്ത് പിന്നെ എന്താ പറഞ്ഞിട്ട് റാഷിദ് ഖാന്റെ കാലം കഴിഞ്ഞൊന്നുമില്ലേ? എന്താ ബോളിങ്? മൂപ്പര് ബോളിംഗ് ഒക്കെ എന്താണ് കറക്കി എറിയുന്നേ. എന്നിട്ട് നിങ്ങൾക്ക് തൊടാൻ കഴിയണില്ല. 2 കളിയില് തൊടാൻ കഴിയണില്ല. അതൊക്കെ എക്സ്പീരിയൻസ് വേൾഡ് ക്ലാസ് ബൗളറാണ്. വെറുതെ അങ്ങനെ കുറ്റം പറയാൻ. വേറെ ഗ്രൗണ്ടിലൊക്കെ വരുമ്പോ കണ്ടോളി. അവിടെ ഇങ്ങനെ 2 എറിഞ്ഞ ആരും അടിച്ചാത്തൊരു കളി. ആ കളിയിൽ ഇങ്ങനെ എറിഞ്ഞാണ്ട് വലിയ വർത്താനം പറയണ്ട. അതിപ്പോ കിട്ടും. IPL ബൗളർമാർക്കും പ്രാധാന്യം. വെറുതെ ഇങ്ങനെ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ പറഞ്ഞ കളി അതും പറഞ്ഞിരുന്നോളി. നിങ്ങൾ ഇനി മുന്നോട്ട് വന്നും പോകണില്ല.